വയനാട് വെറ്റിനറി കോളേജിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥ് എന്ന കുട്ടിയുടെ വാർത്തയാണ് നമ്മളിപ്പോൾ കുറച്ച് മുൻപ് ലൈവായി നൽകിക്കൊണ്ടിരുന്നത്. സാങ്കേതിക തകരാറ് മൂലം അത് വിച്ഛേദിക്കേണ്ടി വന്നു. അതിൻ്റെ ബാക്കിയാണ് വീട്ടുകാർക്ക് പറയാനുള്ള ആരോപണമാണ് തുടരുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ വയനാട് നിന്ന് നമ്മൾ ഇവിടെ എത്താറായപ്പോഴാണ് നമുക്ക് അതിൻ്റെ മുഴുവൻ പിക്ചറും കിട്ടിയത്. ഈ കുട്ടി ആത്മഹത്യ ചെയ്തതല്ല. അവിടെ നിന്ന് കുട്ടിയുടെ കോളേജിൽ തന്നെ നമുക്ക് നമ്പർ തന്നു നേരത്തെ പറഞ്ഞു. അത്തരത്തിലുള്ള കുറച്ച് നല്ലവരായ ആളുകളുടെ അഭിപ്രായം നമുക്ക് കറക്റ്റായിട്ട് എത്തിച്ചു തന്നിരുന്നു. അവർ ഇങ്ങനെയാണ് ഇവിടെ സംഭവിച്ച കാര്യം മുഴുവൻ. ഇപ്പം നമ്മൾ ആരോപണമായിട്ട് പറയുന്ന പോലെ ഇത്രയും 130ഓളം കുട്ടികളുടെ മുന്നിൽ വെച്ച് അവനെ പരസ്യ വിചാരണ ചെയ്യുകയും വിവസ്ത്രനാക്കി ആദ്യം പരസ്യ വിചാരണ ചെയ്യുകയും പിന്നെ വിവസ്ത്രനാക്കി അടിക്കുകയും ബെൽറ്റ് കൊണ്ട് 2 ബെൽറ്റ് മുറിയണ സമയത്തോളം അടിച്ചു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അവനെ പാറപ്പുറത്ത് അവിടെ ഒരു പാറപ്പുറം ഉണ്ടെന്ന് പറയുന്നു, അവിടെ കൊണ്ടുപോയി മർദ്ദിച്ചു. അതോടൊപ്പം വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. അത്തരത്തിൽ ഭയങ്കരമായ മർദ്ദനം അവന് ഏൽക്കേണ്ടി വന്നുവെന്ന് ഈ ആളുകൾ അന്ന് നമ്മളെ ധരിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് നമുക്കത് അപ്പോൾ ഈ വിഷയം സാധാരണ മരണമല്ല, ആത്മഹത്യ അല്ല, ഇത് ഒരു പീഡിപ്പിച്ച് റാഗ് ചെയ്ത് ഒന്നുകിൽ മരണത്തിലേക്ക് തള്ളിവിട്ടു, അല്ലെങ്കിൽ ഇവർ ചെയ്തു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അത്തരത്തിലാണ് നിങ്ങൾ കരുതുന്നത്. ആ രീതിയിലാണ് ഇത് എത്തിയതായിട്ട് നമ്മൾ കരുതുന്നു. അതോടൊപ്പം ഈ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നമ്മുടെ ADGPക്ക് പരാതി കൊടുക്കുകയും ആ രീതിയിലേക്ക് നമ്മൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോയി അന്വേഷണം വന്നു. പിന്നെ ഫർദർ നിങ്ങൾ ആരോപണങ്ങൾക്ക് അനുകൂലമായിട്ടാണ് പോസ്റ്റ്മോർട്ടം. എന്നിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് കിട്ടി. നമ്മൾ ഉന്നയിച്ച മുഴുവൻ ആരോപണവും ശരിവയ്ക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറയുന്നത് തലയുടെ ബാക്കിൽ പറ്റിയിട്ടുള്ള ഒരു മുറിവ്, അത് എന്തോ ഇരുമ്പ് വടിക്ക് ശക്തമായി അടിച്ചതാണ്. അതോടൊപ്പം തന്നെ കഴുത്തിൽ ആ കുരുക്കിട്ട സ്ഥലത്തുള്ളൊരു മുറിവ്, അത് അസ്വാഭാവികമായിട്ടുള്ളൊരു മുറിവാണ്. സാധാരണ ഒരു സ്വാഭാവിക തൂങ്ങി മരണത്തിൽ അല്ലാത്തൊരു മുറിവാണ്. അതോടൊപ്പം തന്നെ അവൻ്റെ നെഞ്ചിലും മുതുകത്തും ദേഹത്താകമാനം ധാരാളം മുറിവുകളും ചതവുകളും പറ്റിയിട്ടുള്ളതായിട്ടും, അവൻ്റെ സ്റ്റൊമക്ക് എംറ്റി ആയിരുന്നു, ബ്ലാഡർ എംറ്റി ആയിരുന്നു. അത്തരത്തിൽ കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അതെ, ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നില്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നു. ഇപ്പം അത് തെളിയിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അപ്പം ഇത്തരത്തിൽ അവർ കൊടിയ ഈ പീഡനം നടത്തിയത് അവിടുത്തെ SFI കുട്ടികളാണ്. SFIയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അവർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെടുന്നതും. SFIയിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളായ 12ഓളം പേര് ചേർന്നാണ്. എന്തുകൊണ്ടാണ് SFIയുടെ അങ്ങനെ ഒരു കാര്യം പറയാൻ? അവിടെ ആ കോളേജിൽ ഒരു യൂണിറ്റേ ഉള്ളൂ. SFI എന്നുള്ള ഒരു സംഘടനയുടെ മാത്രമാണ് പ്രവർത്തനം. എല്ലാ കാര്യങ്ങളും ടീച്ചർമാരെ ഉൾപ്പെടെ കുട്ടികളുടെയും ടീച്ചർമാരെ ഡീനിനെ വരെ കൺട്രോൾ ചെയ്യുന്നത് SFI ആണ്. ഡീനിന് അവിടെ പൊതുവായിട്ടൊരു കാര്യവുമില്ല. ഡീന് ഇവർ പറയുന്നത് പോലെയാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ മുഴുവൻ ഡീനിന് അറിയാമായിരുന്നു. ഇത് കോളേജിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരമാണ്. ഡീനിൻ്റെ പ്രസൻറ്റിലാണ് ഈ കുട്ടിയെ അവിടുന്ന് അഴിച്ചു മാറ്റിയതെന്നാണ് പറയുന്നത്. ഡീന് നേരിട്ട് നിന്ന് അഴിച്ചു മാറ്റി ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം മാത്രമാണ് പോലീസിന് ഇൻഫോം ചെയ്തത്. ആ PG വിദ്യാർത്ഥി എൻ്റെ അടുത്ത് പറഞ്ഞത് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, അതാണ് ഞാൻ കണ്ടത്. അവൻ വന്ന് കണ്ടില്ല. അവൻ വരുന്ന സമയത്തിന് കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അറിയില്ല എന്നാണ് നമ്മളടുത്ത് ആ സമയം വരെയും പറഞ്ഞിരുന്നത്. ഡീനിൻ്റെ പ്രസൻറ്റിലാണ് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത്. പോലീസിൻ്റെ അതിൽ എഴുതിയിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്, പോലീസല്ല കൊണ്ടുപോയത്, കയറഴിച്ചിരുന്നു, അവരാണ് കുട്ടികളാണ് കൊണ്ടുപോയത് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് വ്യക്തമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം, അതായത് ഇക്കഴിഞ്ഞ 18-ാം തീയതി വളരെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു മരണമാണ് സിദ്ധാർത്ഥ് എന്ന 20 വയസ്സുകാരൻ്റെ മരണമുണ്ടായത്. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണ് സിദ്ധാർത്ഥ്. മെരിറ്റ് ലിസ്റ്റിൽ, അതായത് വളരെ ചെറുപ്പത്തിലെ നന്നായി പഠിക്കുന്ന ഒരു മെഡിസിൻ വിദ്യാർത്ഥിയാകാനുള്ള തലത്തിലേക്ക് വളർന്ന, വെറ്റിനറിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രം വെറ്റിനറിയിലേക്ക് പോയ ഒരു മെരിറ്റിൽ കയറിയ, ഗവൺമെൻറ് കോളേജിൽ തന്നെ മെരിറ്റിൽ കയറിയ ഒരു വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥ്. ജീവിതത്തെക്കുറിച്ച് വളരെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നൊരു വിദ്യാർത്ഥി. 2ാം വർഷ വിദ്യാർത്ഥിയായപ്പോഴേക്കും സിദ്ധാർത്ഥിനെ വീട്ടുകാർ പഠിക്കാനാക്കിയ സ്ഥലത്ത് നിന്ന് വെള്ള പുതപ്പിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും കാണേണ്ടി വന്നത്. റാഗിങ്ങിലൂടെ സിദ്ധാർത്ഥിനെ വലിയ രീതിയിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായി എന്നുള്ളതാണ്
കുടുംബത്തിൻ്റെ ആരോപണം. മാത്രമല്ല ഈ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരീരം മുഴുവൻ മർദ്ദിച്ച പാടുകളൊക്കെ അടങ്ങുന്ന റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായി ഉള്ളത്. ഇതിപ്പോൾ ഡിവൈഎസ്പി വയനാട്ടിലെ തന്നെ വൈത്തിരി പോലീസ് സ്റ്റേഷനിലാണ്, കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണം ഡിവൈഎസ്പിയുമായി ബന്ധപ്പെട്ട ഡിവൈഎസ്പി ആണ് നേതൃത്വം നൽകുന്നത്. അവർ വന്ന മൊഴിയെടുത്തിരുന്നു. സ്കൂൾ ക്യാമ്പസുകളിലെ അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസുകളിലെ ഇത്തരത്തിലുള്ള റാഗിംഗ് ഒക്കെ പണ്ടേ ഇവിടെ നിരോധിച്ചതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു കുട്ടി, ഒരു ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി ജീവനൊടുക്കി അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി കണ്ടെത്തി എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം. എത്രയും പെട്ടെന്ന് തന്നെ തങ്ങൾക്ക് നീതി ലഭിക്കണം, എത്ര മുകളിൽ വേണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടത്തുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും എത്ര മുകളിൽ പോയാലും എത്ര നാളെടുത്താലും എത്ര നാൾ ആരോട് എവിടെ വേണമെങ്കിലും പോകും, എവിടെ വേണമെങ്കിലും പോയിട്ട് എത്ര ഉയരത്തിൽ വേണമെങ്കിലും പോകും. ഇതിൽ സത്യാവസ്ഥ കണ്ടെത്തണം. സത്യാവസ്ഥ നമുക്കും അറിയാം. പക്ഷേ ഇത് നിയമപരമായിട്ട് നിയമത്തിന് മുമ്പിൽ ഇവരെ എല്ലാവരെയും കൊണ്ടുവരണം. ഇത് എൻ്റെ മകന് വേണ്ടി മാത്രമല്ല, ഇനി ഒരു ക്യാമ്പസിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഒരച്ഛനമ്മയ്ക്കും ഇതുപോലുള്ള ഗതികേട് ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മകൻ തിരിച്ചു വരില്ല, എനിക്കറിയാം. എവിടെ പോയി കഴിഞ്ഞാൽ ശിക്ഷിച്ചാലും എൻ്റെ മകൻ തിരിച്ചു വരില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇനി ഒരു അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ കരഞ്ഞ് ഗതികേട് ഉണ്ടാവാൻ വരില്ല. അതുകൊണ്ട് ഞാൻ പോകും, ഏതറ്റം വരെയും പോകും. എന്തായാലും കുടുംബത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയായിരുന്ന ഒരു 20 വയസ്സുകാരൻ, വളരെ ചുറുചുറുക്കുള്ള, വളരെ നന്നായി പഠിക്കുന്ന മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെയാണ് കുടുംബത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കോളേജിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്തു 12ഓളം പേരെ ഇതിൻ്റെ പേരിൽ അല്ലേ ഒരു നടപടി വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട 12ഓളം പേരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കുടുംബത്തിനെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപട്ടികയിൽ ചേർക്കാനിടയുള്ള ചിലരുടെ പേരുകൾ കൂടി കുടുംബത്തിന് പോലീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ ഒരു നീതി ലഭിക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു അല്ലേ. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള ക്യാമ്പസ് രാഷ്ട്രീയങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ റാഗിങ്ങിലൂടെയോ ഒക്കെ ഒരു കുഞ്ഞിൻ്റെ പോലും ജീവൻ പൊലിയരുത്, മറ്റാരും തങ്ങളെപ്പോലെ കരയരുത് എന്നുള്ളതാണ് പിതാവ് പറയുന്നത്. ഇത് നിയമ പോരാട്ടവുമായി ഇവർ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അനൂപിനൊപ്പം മാർലി വർഗീസ്, ഫോക്കസ് ന്യൂസ് TV.